സൗദിയിലെ പല പ്രൊജക്റ്റുകളും ഡിസ്കണ്ടിന്യൂ ചെയ്തു. നിയോം പ്രൊജക്റ്റിൽ നിന്ന് മാത്രം ഏകദേശം $8 ബില്യൺ റൈറ്റ് ഓഫ് ചെയ്തത് സൗദി. ഇങ്ങനെ പല രീതിയിലുള്ള ഇൻഫോർമേഷൻ പല സോഴ്സിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? 2014 ശേഷം ഏകദേശം എല്ലാ വർഷവും സൗദി ഡെഫിസിറ്റിലാണ് റണ്ണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പല പ്രൊജക്റ്റുകളും ഡെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് റണ്ണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പല പ്രൊജക്റ്റിൽ നിന്നും സൗദി ബില്യൺസ് ഓഫ് എമൗണ്ട് ആണ് റൈറ്റ് ഓഫ് ചെയ്തത്. ഇത് സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിങ് പുറത്തുവിട്ടതാണ്. സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും സൗദിയുടെ മെയിൻ എയിം എന്നുള്ളത് ഒരു പോസ്റ്റ് ഓയിൽ സൗദി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓയിൽ മണി ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ മാക്സിമം പോസ്റ്റ് ഓയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക. അങ്ങനെ സൗദി നടത്തിയ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഹ്യൂമെയിൻ എന്ന കമ്പനി. കഴിഞ്ഞ ഇയർ 2025 മാർച്ച് 12 ഈ ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർമാൻ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ആണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൗദിക്ക് അത്രത്തോളം അംബീഷ്യസ് ആണെന്നുള്ളതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞത്, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെ സൗദി ജിഗാസൈസ്ഡ് പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു, ബില്യൺസ് ഓഫ് എമൗണ്ടിൻ്റെ പ്രൊജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഡെപ്തായിട്ട് സ്റ്റഡി ആണെങ്കിൽ വിത്തിൻ 1 ഇയർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മാത്രം ഏകദേശം 60% റിഡക്ഷനാണ് സൗദി കൊണ്ടുവന്നത്. പകരം പല എയർ റിലേറ്റഡ് കമ്പനികൾ വന്നു, ടെക്നോളജി റിലേറ്റഡ് കമ്പനികൾ വന്നു, ഡാറ്റാ സെൻറ്ററുകൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് സൗദിയിൽ നടന്നത്. കമ്മിങ് ബാക്ക് ടു ദി ഹ്യൂമെയിൻ കമ്പനി, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കോട്ടാണ് ഡാറ്റ ഈസ് ദി ന്യൂ ഓയിൽ എന്നുള്ളത്. എന്നാൽ സൗദി ഇതിനൊരു കോട്ടല്ല, മറിച്ച് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. അതിന് വ്യക്തമായ റീസൺ ഉണ്ട്. നമുക്കൊക്കെ അറിയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, സ്ട്രീമിംഗ് വെബ്സൈറ്റുകൾ, ഇതിൻ്റെയൊക്കെ യൂസേഴ്സ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ ഡാറ്റാ സെൻറ്ററുകൾ വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ ഹ്യൂമെയിൻ എന്ന കമ്പനിയുടെ വിഷൻ എന്നുള്ളത് വേൾഡിൽ തന്നെ 3rd ലാർജസ്റ്റ് AI പ്രൊവൈഡറായിട്ട് സൗദി മാറുമെന്നുള്ളതാണ്. എല്ലാ ഇൻഡസ്ട്രിയിൽ പോലെ തന്നെ ഫസ്റ്റ് അമേരിക്കയും സെക്കൻഡ് ചൈനയുമാണ്. ഈ രീതിയിൽ വിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും ഉണ്ടായിരുന്നു. അതായത് ഈ 2 കൺട്രികളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ എന്ത് സ്പെഷ്യാലിറ്റിയാണ് സൗദിക്കുള്ളത് എന്നുള്ളത്. എന്നാൽ ഒരു ഡാറ്റാ സെൻറ്റർ ബിൽഡ് ചെയ്യണമെങ്കിൽ കുറേയധികം എംപ്റ്റി ലാൻഡുകൾ, വാട്ടർ, സൺലൈറ്റ് ഇതുപോലത്തെ റിസോഴ്സുകളുടെ ആവശ്യമാണുള്ളത്. എന്നാൽ സൗദിക്ക് ഇത് സർപ്ലസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ യാതൊരു ചേഞ്ചസും അവർ വരുത്തിയിട്ടില്ല. ഇതിനകം തന്നെ കഴിഞ്ഞ വർഷം 2025 ട്രംപ് സൗദിയിലേക്ക് വന്ന സമയത്ത് ഏകദേശം $600 ബില്യൺ ഡീലാണ് നടന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ആളുകൾക്ക് സൗദി ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ വേർ ദേ ക്യാൻ ഇൻവെസ്റ്റ് ദെയർ മണി. അപ്പം ഇതുപോലുള്ള ഫ്യൂച്ചർ ബിസിനസ് ഇവൻറ്റുകളും പുതിയ അപ്ഡേഷനുകളുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം.